നമസ്കാരം. വലിയ ഒരു സങ്കടവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിൽ കാശ് കൊടുത്ത് ജോലി വാങ്ങിക്കുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുകയും കഷ്ടപ്പെട്ട് PSC രാവും പകലും അധ്വാനിച്ച് വർഷങ്ങൾ വിയർപ്പൊഴുക്കി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാന്തരമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഞാനീ പറഞ്ഞു വരുന്നത് 14 ജില്ലയിലെയും LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടായിരുന്നു, ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ 7 ദിവസമായി 14 ജില്ലയിലെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലയിലെയും LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ റിലേ സത്യാഗ്രഹം നടത്തുകയും 7ാമത്തെ ദിവസം അവർക്ക് ലഭിച്ച ചില ഉറപ്പുകളിൽ മേൽ ഈ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഉറപ്പുകൾ നാളെ എന്താകുമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ധാരണയുമില്ല, ഉറപ്പുമില്ല. കാരണം മുൻകാലങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള അനുഭവം അത്തരത്തിലാണ്. അപ്പോൾ ഈ 14 ജില്ലയിലെയും LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് വളരെ വലിയ സങ്കടത്തിലാണ്, ദുരവസ്ഥയിലാണ്. ഇതിന് കാരണം ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 1 വർഷം ആകാറായി. മെയ് മാസം അവസാനം 2025 മെയ് മാസം അവസാനവും മറ്റോ വന്ന റാങ്ക് ലിസ്റ്റാണ്. ഈ മെയ് ആകുമ്പോഴത്തേക്ക് 1 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ സങ്കടം എന്തെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ കഷ്ടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ജില്ലകളിലെ 1ാം റാങ്കുകാർക്ക് പോലും ഇതുവരെ നിയമനം കിട്ടിയില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമനത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ ആദ്യ അഡ്വൈസ് നൽകി 23 പേർക്ക് നിയമന ശുപാർശ നൽകി. പക്ഷേ 1ാം റാങ്കുകാരന് പോലും നിയമന ഉത്തരവ്, അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് 7-8 മാസം പിന്നിട്ടിരിക്കുകയാണ് അവരുടെ കയ്യിൽ. 23 പേരുടെ കയ്യിൽ നിയമന ശുപാർശ ലഭിച്ചിട്ട് 7-8 മാസം പിന്നിട്ടിരിക്കുകയാണ്. എന്തൊരു ദുരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ലോകത്തെവിടെയെങ്കിലും ഇത്തരത്തിലൊരു സംവിധാനം നിലവിൽ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിൽ മെറിറ്റ് സിസ്റ്റത്തിന് യാതൊരു വിലയുമില്ലാത്തൊരു സംവിധാനം ലോകത്തെങ്ങും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ വീഡിയോയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഈ കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ചവനെ പല രീതിയിൽ സംരക്ഷിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ എത്രയോ വർഷം പഠിച്ച് കഠിനാധ്വാനം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം ഈ കടുത്ത അവഗണന നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഇതിൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് തൊട്ട് മുന്നേ, ഞാനീ പറയുന്നത് തിരുവനന്തപുരം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ്, തിരുവനന്തപുരം LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ചില രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം ഒരു നിയമനം പോയി എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി അറിയാത്ത കാര്യം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാനും പാടില്ല. ഉദ്യോഗാർത്ഥികൾ ആക്ഷേപിക്കുന്നതാണ്. അവസാനം അവർ ഈ തിരുവനന്തപുരം റാങ്ക് ലിസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് തിരക്കിയപ്പോൾ അവർ പറയുന്നത്, ആ അവസാനം റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളെന്ന് പറയുന്നത് പുതിയ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളിലാണ് ആ നിയമന ശുപാർശ നടത്തിയെന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, അതെന്തായിക്കോട്ടെ. പക്ഷേ അതിലും ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്, ആ അവസാനം നൽകിയ ശുപാർശയിലും ഇനിയും 5ഓളം പേര് നിയമനം ലഭിക്കാനായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ ഭീകരാവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഇത് LP സ്കൂൾ, UP സ്കൂൾ അല്ലെങ്കിൽ അത്തരം തസ്തികകളിലെ റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത്. നാളെ ഇത് നമുക്കും വന്നുകൂടാന്നില്ല.
ഇന്ന് അവരെങ്കിൽ നാളെ നമ്മളാണ്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് 10 മാസം പിന്നിട്ട് ആ 10 മാസം പിന്നിട്ടതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റിലെ ആദ്യ ശുപാർശയിൽ ആർക്കും തന്നെ നിയമനം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു വേക്കൻസി വരുമ്പോഴത്തേക്ക് കയറാമെന്നും പറഞ്ഞായിരിക്കും 1-ാം റാങ്കുകാരൻ ഇരിക്കുന്നത്. പക്ഷേ എന്താ അവിടുത്തെ അവസ്ഥ? തൊട്ട് മുന്നത്തെ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ നിയമന ശുപാർശയിൽ ആൾക്കാർ പോലും നിയമനത്തിനായി കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ദുരന്ത അവസ്ഥയാണ് ഈ LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ പരിഹാരം തേടാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് മറ്റ് വകുപ്പുകളിലെ തസ്തിക പോലല്ല അധ്യാപക തസ്തിക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് ആനുപാതികമായാണ് ഈ തസ്തികകളുടെ എണ്ണം നിർണ്ണയിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ തലയെണ്ണൽ എന്നൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ, മനസ്സിലായല്ലോ. അതായത് 6th വർക്കിംഗ് ഡേയിൽ ആ വർഷത്തെ ടോട്ടൽ എൻറോൾമെൻറ്റ് എടുത്തിട്ട് അതിന് നമുക്കൊരു 1:30 എന്ന് പറയുന്നൊരു അനുപാതമുണ്ട്. ആ അനുപാതത്തിനനുസരിച്ച് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തും. ആ ഫിക്സേഷൻ അനുസരിച്ചാണ് എത്ര തസ്തികയാണ് ഈ വർഷം വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നമ്മുടെ ഈ LP സ്കൂൾ അല്ലെങ്കിൽ UP സ്കൂൾ ഇത്തരത്തിലുള്ള തസ്തികകൾ കുറഞ്ഞു വരികയാണ് ഓരോ അധ്യയന വർഷത്തെയും സ്റ്റാഫ് ഫിക്സേഷനിൽ. കാരണം എന്താണ്? കുട്ടികളുടെ എൻറോൾമെൻറ്റ് കുറയുകയാണ്. കുട്ടികളുണ്ടെങ്കിലല്ലേ അധ്യാപകരുടെ ആവശ്യമുള്ളൂ, അല്ലേ? അല്ലാതെ കുട്ടികളില്ലാതെ അധ്യാപകരുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് അധ്യാപക തസ്തികകൾ നിലനിൽക്കുള്ളൂ. ആ ഒരു നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. അപ്പം ഞാൻ എനിക്കറിയുന്ന 1-2 റാങ്ക് ഹോൾഡേഴ്സിനോട് ഞാൻ ചോദിച്ചു, വെറുതെ തമാശയ്ക്ക് ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്? കുഞ്ഞുങ്ങളുള്ള ആൾക്കാർ. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ സാരാംശം അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു, അത് ഇന്ന സെൻട്രൽ സ്കൂളിലാണ്, അല്ലെങ്കിൽ ഇന്ന പബ്ലിക് സ്കൂളിലാണ്, അല്ലെങ്കിൽ ഇന്ന റെസിഡൻഷ്യൽ സ്കൂളിലാണൊക്കെ പറയുന്നത് ഉത്തരം, മനസ്സിലായല്ലേ? അപ്പം അത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. അതായത് നമ്മുടെ കുട്ടികളെ നമ്മൾ പൊതുവിദ്യാലയങ്ങളിൽ വിടാതെ സ്വകാര്യ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർത്തിട്ട് നമ്മൾ റാങ്ക് ഹോൾഡേഴ്സായിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മളത് ആദ്യം ഉറപ്പുവരുത്തുക. നമ്മളെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളത് ഈ റാങ്ക് ഹോൾഡേഴ്സ് ആദ്യം ഉറപ്പുവരുത്തുക, മനസ്സിലായല്ലോ. അത് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക, മനസ്സിലായല്ലോ. നിങ്ങൾ ഈ തസ്തികയ്ക്ക് പഠിക്കുന്നവരായാലും കുട്ടികളുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജോലിയുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളായാലും നാളെ ഈ തസ്തികയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിക്കുന്നവരായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ സ്വയം ഒന്ന് ഉറപ്പുവരുത്തുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികൾ വേണം, അത് ഒന്നാമത്തെ കാര്യം, മനസ്സിലായല്ലോ. ഇനി കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണ്ണയത്തിൽ വലിയൊരു പ്രശ്നം സംഭവിച്ചായിരുന്നു. ഈ ആധാറുമായി ബന്ധപ്പെട്ട് ഈ ആധാർ അപ്ഡേഷൻ ഡിലേ ആയ ഒരു എണ്ണത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ആക്ഷേപിക്കുന്നത്. അതും വലിയൊരു പ്രശ്നമാണ്. തസ്തിക നിർണ്ണയ സമയത്ത് എണ്ണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും തസ്തികകൾ തെറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. പക്ഷേ ഇത് കൂടാതെ വലിയ പ്രശ്നങ്ങൾ ഈ തസ്തികയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ വീഡിയോയുടെ ആമുഖമായി പറഞ്ഞ കാര്യം. അതായത് ഹെഡ് ടീച്ചർ വേക്കൻസി, HTV എന്ന് പറയുന്ന ഒരു സാധനം വിദ്യാഭ്യാസ വകുപ്പ് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കുക, അത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഒരു തസ്തികയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മാത്രമല്ല, എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഹെഡ് ടീച്ചർ വേക്കൻസി. എന്തിനാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്? എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ കുറയുന്നതനുസരിച്ച് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളും കുറയും സ്വാഭാവികമായിട്ട്. പല ആൾക്കാരും ചിലപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിലോ മറ്റ് സിലബസുകളായിട്ടുള്ള CBSE ICSE സ്കൂളുകളിലായിരിക്കും ചേർക്കുക, മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എയ്ഡഡിലെയും ചിലപ്പോൾ എണ്ണം കുറയും. പല എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരും അവരുടെ അവസാനമായിട്ട്, അതായത് അധ്യയന വർഷത്തിന് തൊട്ട് മുന്നേയൊക്കെ അപ്രൂവൽ കിട്ടിയ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടി പരക്കം പായുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ പല എയ്ഡഡ് സ്കൂളുകളിലും. കാരണം അവർക്കും ഇത് കുറയുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്? അവിടെ കുറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് എയ്ഡഡ് സ്കൂളിൽ
കാശ് കൊടുത്ത് ജോലിക്ക് കയറിയവർ അവിടെ തസ്തിക നിർണയത്തിൽ ഒരു ത്രോൺ ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, കാശ് കൊടുത്തവരെ സംരക്ഷിക്കണം നമുക്ക്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ കാശ് കൊടുത്തവരെ സംരക്ഷിക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റാണ് ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് സംരക്ഷിച്ചോളൂ, പ്രശ്നമില്ല. ഒരു മിനിമം ലെവലിൽ സംരക്ഷിക്കൂ. തിരുവനന്തപുരം ജില്ലയിൽ അവർ ഉദ്യോഗാർത്ഥികൾ വിവരാവകാശം നൽകിയപ്പോഴത്തേക്ക് 43 പേരാണ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ത്രോൺ ഔട്ടായി ഈ സംരക്ഷണ സംവിധാനം ഉപയോഗിച്ച് സർക്കാർ സ്കൂളുകളിൽ ഈ HTV വേക്കൻസിയിൽ ജോലി ചെയ്യുന്നു. ആലോചിക്കുകയെ, ഈ പാവത്തുങ്ങൾ പഠിച്ച് രാപകല് കഷ്ടപ്പെട്ട് പഠിച്ച് പൊരി വെയിലും കൊണ്ട് കേരള സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാരം കിടക്കുമ്പോൾ പൈസ കൊടുത്ത് സർവീസിൽ കയറിയവർ സംരക്ഷിക്കപ്പെടുക. നമുക്കൊരു താൽക്കാലിക സംരക്ഷണം കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. ഒന്നാലോചിച്ച് നോക്കൂ. പക്ഷേ ഒരു ത്രോൺ ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കുറച്ച് നാളത്തേക്ക്, ഏതാനും മാസങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു അധ്യയന വർഷത്തേക്കൊക്കെ, ഒരു അല്പ കാലത്തേക്ക് സംരക്ഷിക്കാനായിട്ട് കൊണ്ട് ഇരുത്തുന്നതിൽ നമുക്കത് ആ രീതിയിൽ നമുക്കതിനെ ന്യായീകരിക്കാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഉദ്യോഗാർത്ഥികൾ ഇത് പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ല നമുക്ക് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ 43 പേരുടെ മാതൃവിദ്യാലയം, അതായത് അവരുടെ മാതൃസ്ഥാപനം ഏതാണോ, ഏത് എയ്ഡഡ് സ്കൂളാണോ, ആ സ്കൂളിൽ അവർ ഇൻഫോർമലായിട്ട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അറിഞ്ഞത് അവിടെ വേക്കൻസി ഉണ്ടായാലും ഇവർ ഈ HTV വേക്കൻസിയിൽ സംരക്ഷിക്കപ്പെടുന്നവർ തിരികെ പോകുന്നില്ല. അവരിവിടെ തന്നെ ഇരിക്കുന്നു. അവിടെ ഒരു വേക്കൻസി, ഒരു റിട്ടയർമെൻറ്റിലോ മറ്റോ വേക്കൻസി ഉണ്ടായാൽ പോലും ഇവർ തിരികെ പോകുന്നില്ല. ഇവരിവിടെ ഓൾറെഡി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പകരം ആ മാനേജ്മെൻറ്റ് വീണ്ടും കാശ് കൊടുത്ത് ഒരാൾ എടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമുക്ക് PSC പഠിക്കുന്നവർക്കാണോ ഈ നാട്ടിൽ വില, അതോ കയ്യിൽ കാശിരിക്കുന്നവനാണോ വില? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അടുത്തൊരു കാര്യമാണ് ഈ HMമാരുടെ, ഹെഡ് മാസ്റ്റർമാരുടെ ക്ലാസ് ചുമതല എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലെയും HMമാർക്ക് ഒരു ക്ലാസ്സിൻ്റെ ചുമതലയുണ്ട്. അത് 2ാം ക്ലാസ്സോ മറ്റൊണ്ടാണ് ചുമതലയുണ്ട്. LP സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് വളരെ കുറവാണ്. നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ അത് കൃത്യമായി വീക്ഷിക്കുന്നവർക്ക് അറിയാം. സപ്പോർട്ടിംഗ് സ്റ്റാഫ് വളരെ കുറവാണ്. അപ്പോൾ HMന് ഭയങ്കര ജോലിയാണ്. LP സ്കൂളിലൊക്കെ എല്ലാ ഉത്തരവാദിത്വവും ഫ്രം ദ പിയൂൺ, അല്ലെങ്കിൽ ഫ്രം ദ ഓഫീസ് അറ്റൻഡൻറ്റ്, പിയൂൺ പഴയ പേരാണല്ലോ, ഫ്രം ദ ഓഫീസ് അറ്റൻഡൻറ്റ് ടു HM, ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ജോലിയും HM ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? അത്തരത്തിലുള്ള അവസ്ഥാന്തരമാണ് പല LP സ്കൂളുകളിലും. HM എന്ന് ആലങ്കാരികമായിട്ട് പേരേ ഉള്ളൂ. HM ആണ്, ക്ലാസ് ചുമതലയുണ്ട്, ക്ലറിക്കൽ പണി ചെയ്യണം. മനസ്സിലായല്ലോ? ആ പോകേണ്ട ഓഫീസുകളിലൊക്കെ തന്നെ പോകണം, മീറ്റിങ്ങുകളിലൊക്കെ തന്നെ പോകണം. നല്ല ജോലിയുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് ചുമതല ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 100 120 അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഖ്യ എടുത്തതിന് ശേഷം അതിന് മുകളിൽ സ്ട്രെങ്ത് ഉള്ള സ്കൂളുകളിലെ HMമാരെ ക്ലാസ് ചുമതല ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു വേക്കൻസി നമുക്ക് അവിടെ, ആ ക്ലാസ് ചുമതല ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഒരാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് പകരം. മനസ്സിലായല്ലോ? അതുപോലെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച HTV വേക്കൻസി, അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ആരെങ്കിലും സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ മാതൃസ്ഥാപനത്തിൽ വരുന്ന മുറയ്ക്ക് തന്നെ അവർ തിരികെ പോകണം. അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ, ഈ റാങ്ക് ലിസ്റ്റുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ 14 ജില്ലയിലെയും റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദുരന്ത ഭൂമിയായി മാറുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം നമ്മൾ ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായി ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് വിവരാവകാശമുണ്ട് നമ്മുടെ കയ്യിൽ. മനസ്സിലായല്ലോ? ഈ HTVയിൽ ആരൊക്കെ ഇരിക്കുന്നവർ, എത്ര നാളായി, അവർ ഏത് സ്ഥാപനത്തിൽ നിന്നാണ്, ആ സ്ഥാപനത്തിൽ അവർ അവിടെ നിന്ന് ത്രോൺ ഔട്ട് ആയതിനു ശേഷം അവിടെ വേക്കൻസികൾ വന്നിട്ടുണ്ടോ, ഇനി എപ്പോൾ വരും. മനസ്സിലായല്ലോ? അതുപോലെ HMമാരുടെ ചുമതല മാറ്റാനുള്ള രീതിയിൽ ആ രീതിയിൽ ഇൻഫ്ലുവൻസ് നടത്തുക. HMമാരെ
തന്നെ അവിടെ സംഘടനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ KSTA GSTU ഒക്കെ സംഘടനകളുണ്ടല്ലോ, സംഘടനാ ഭാരവാഹികളെയൊക്കെ കണ്ട് ഇത്തരത്തിലൊരു നിവേദനം സർക്കാരിലേക്ക് എത്തിക്കുക, അച്ഛന്മാരുടെ ക്ലാസ് ചുമതല മാറ്റുക, അതിന് പകരം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കുക. അങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾ വളരെ വിജിലൻ്റായി നിയമപരമായി, അതല്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മോഹന വാഗ്ദാനങ്ങളും കേട്ട് വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് മുൻകാല റാങ്ക് ഹോൾഡേഴ്സിനോട് ചോദിച്ചാൽ മതി ആ വാഗ്ദാനങ്ങളിലെ എത്രത്തോളം ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്നുള്ളത്. അത് ഞാൻ പറയുന്നില്ല, അത് മുൻകാല റാങ്ക് ഹോൾഡേഴ്സിനടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കുക. ശരി, നമുക്കൊരു സമരം അവസാനിപ്പിക്കുന്നതിനായിട്ട് ഒരു ചർച്ച ചെയ്തൊരു തീരുമാനത്തിൽ നമ്മൾ അവസാനിപ്പിച്ച് പോയി. പക്ഷെ ആ പോയ പോക്കിൽ നിങ്ങൾ പൊക്കളയരുത്. അങ്ങനെ ഒരിക്കലും നമുക്ക് ഈ വാഗ്ദാനങ്ങളൊന്നും പൂർണ്ണമായി പാലിക്കപ്പെടുവാനുള്ള സാധ്യതയില്ല, അത് വളരെ വിരളമാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൃത്യമായി ഞാനീ പറഞ്ഞ ആംഗിളുകളിലെല്ലാം തന്നെ വേക്കൻസികൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ കുട്ടികളെ, നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധക്കാരുടെ വീട്ടിലുള്ള കുട്ടികളെ ഉൾപ്പെടെ അടുത്ത വർഷമൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിൽ എൻറോൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുട്ടി എവിടെ പഠിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കൂ, എവിടെ പഠിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വയം എടുക്കുക. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത് കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ എത്തിക്കുക. 1. 2, ഈ HTU വേക്കൻസിയിലൊക്കെ വളരെ വിജിലൻ്റ് ആയിരിക്കുക. അത് വിജിലൻ്റ് ആയാൽ മാത്രമല്ല, അതൊക്കെ നിയമപരമായി തന്നെ നേരിടേണ്ടതാണ്. മനസ്സിലായല്ലോ? അതൊന്നും ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന പരിപാടിയല്ല. മെറിറ്റ് സിസ്റ്റത്തെ കാവൽക്കാരനാക്കിയിട്ട്, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ നോക്കുകുത്തിയാക്കിയിട്ട്, കാവൽക്കാരനല്ല നോക്കുകുത്തിയാക്കിയതിനു ശേഷം കാശിൻ്റെ പിൻബലത്തിൽ സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ നിയമപരമായി തന്നെ നേരിടുക. അതുപോലെ മറ്റ് തീരുമാനങ്ങളുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ HMൻ്റെ ചുമതല മാറ്റിയെടുക്കുക എന്നുള്ളത്, ക്ലാസ് ചുമതല, അത് രാഷ്ട്രീയപരമായി തന്നെ അത് നീങ്ങുക. കാരണം അത് പോളിസി ഡിസിഷനാണ്. മനസ്സിലായല്ലോ? അത് രാഷ്ട്രീയപരമായിട്ട് സംഘടനകൾ മുഖാന്തരം അത് നീങ്ങുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് 14 ജില്ലയിലെയും LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻസ് എന്ന് പറയുന്നത് വളരെ, അല്ല സർക്കാരിനെ വന്ന് സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായല്ലോ? അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവർ പറയും വേക്കൻസി ഉണ്ടെങ്കിലേ പറ്റൂ. നമ്മൾ എന്താണ് ചിത്രമെന്ന് മനസ്സിലാക്കി കളമറിഞ്ഞ് കളിക്കുക. മനസ്സിലായല്ലോ? അല്ല, ചുമ്മാ വെറുതെ വന്ന് നമ്മൾ സമ്മർദ്ദത്തിലാക്കിയതുകൊണ്ട് മാത്രം അത് ഫലവത്താവണമെന്നുമില്ല. അതിപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ ഒരല്പം സമ്മർദ്ദം ചെലുത്തിയാൽ അതങ്ങ് റിപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇല്ലാത്ത വേക്കൻസിക്ക് നമ്മൾ സമ്മർദ്ദം, ഇത്തരത്തിലുള്ള സമരപരിപാടികളിലൂടെ സമ്മർദ്ദം ചെലുത്തുമ്പോഴത്തേക്ക് അവർ പറയും വേക്കൻസി ഇല്ല എന്ന് പറയും. അതിന് ഉദാഹരണം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ഹോൾഡേഴ്സിന് ഭാരവാഹി ഒരു കുട്ടി എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. ആ കുട്ടി പറഞ്ഞത്, സാർ ഞങ്ങൾ കണക്ട് വിത്ത് CM ഒരു സംവിധാനം ഉണ്ടല്ലോ അല്ലേ, അതിൽ വിളിച്ചിട്ട് ഈ കാര്യം പറയുമ്പോൾ അവർ പറയുന്നതൊന്നും നിങ്ങളുടെ അവകാശമല്ല, വേക്കൻസി ഉണ്ടെങ്കിലല്ലേ പറ്റൂ, വേക്കൻസി ഉള്ളപ്പോഴത്തേക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വേക്കൻസി ഉള്ളതാണെങ്കിൽ നമുക്കൊരു സമ്മർദ്ദം ചെലുത്തി ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കും. പക്ഷേ വേക്കൻസി ഇല്ലാത്തതിനെ നമ്മൾ അതിനെ കളമറിഞ്ഞ് കളിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിയമപരമായി നേരിടേണ്ടത് നിയമപരമായി തന്നെ നേരിടുക, രാഷ്ട്രീയമായി നേരിടേണ്ടത് രാഷ്ട്രീയമായി തന്നെ നേരിടുക. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നേറുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. എൻ്റെ മാത്രമല്ല, PK ലേണിങ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടും ഐക്യദാർഢ്യവും ഓൾ കേരള LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനെ അറിയിക്കുന്നു. നന്ദി.